ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ടൊരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് വരുന്നതെന്ന്. നിങ്ങൾക്ക് ക്രോഷറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളും ഐഡിയാസും ഒക്കെയാണ് ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഈ ഒരു ക്രോഷറ്റ് എന്ന് പറഞ്ഞൊരു ആർട്ട് ഫോമിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് പഠിക്കാനും അതേപോലെ ചെയ്യാനും ഇനിയിപ്പം ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോബി പോലെ ഈ ക്രോഷറ്റിനെ കൊണ്ടുവരാൻ മോട്ടിവേഷൻ തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ക്രോഷറ്റ് ബിസിനസ്സിനെ കുറിച്ചാണ്. അപ്പം സ്റ്റാർട്ട് ടു ഫിനിഷ് എന്തൊക്കെ വേണം എന്നുള്ളത്. പിന്നെ നമ്മൾ ഓരോ ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ പിന്നീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ബേസിക് വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് സ്റ്റാർട്ട് ടു ഫിനിഷ് എന്തൊക്കെയാണ് വരിക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടതൊരു മൈൻഡ് സെറ്റാണ്. നമ്മളിത് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് വലിയ കാര്യത്തിൽ യാണും ഹുക്കും ഒക്കെ വാങ്ങും, എന്നിട്ട് 2 സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനാവില്ല എന്നുള്ള രീതിയിലൊക്കെ ഒഴിവാക്കും. അതല്ലെങ്കിൽ ഫസ്റ്റ് പ്രോജക്റ്റ് ചെയ്യുന്നതോടെ അവർക്ക് മതിയാവും. പിന്നെ പറയും ഇത്രയും ബുദ്ധിമുട്ടാണല്ലോ ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പ്രോഡക്റ്റ് പെർഫെക്റ്റ് ആയില്ല. നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി. നമ്മൾ ഫസ്റ്റ് നടക്കാൻ പഠിച്ചപ്പോൾ നമ്മൾ ഓടുമായിരുന്നോ ചെയ്തത്? അല്ലല്ലോ, നമ്മൾ വെച്ച് പിടിച്ച് നടന്ന് ചിലപ്പോൾ വീണു പോയിട്ടുണ്ടാവും. അതേപോലെ നമ്മൾ ഫസ്റ്റ് ലെറ്റേഴ്സ് ഒക്കെ എഴുതാൻ പഠിച്ചപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അക്ഷരശ്ലോകം ഒന്നല്ലല്ലോ എഴുതിയത്, നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്. അതേപോലെ തന്നെയാണ് ക്രോഷറ്റ് പഠിക്കുന്നതും. ആദ്യം കുറേ മിസ്റ്റേക്സ് ഒക്കെ വരും. ഇപ്പൊ വലിയ ക്രോഷറ്റേഴ്സ് ആയിട്ടുള്ളവരും നല്ല വർക്ക്സ് ചെയ്യുന്നവരൊക്കെ പഠിച്ചത് ഈ മിസ്റ്റേക്സ് തന്നെയാണ്. അപ്പൊ ആദ്യം ഒരു മൈൻഡ് സെറ്റ് വേണം. നിങ്ങളിത് പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിലും പഠിച്ചവരാണെങ്കിലും. ഇപ്പൊ ചിലർക്ക് ഉണ്ടാവും ക്രോഷറ്റ് ഒക്കെ ചെയ്യും, ഞാൻ എൻ്റെ ഒരു കാര്യത്തിന് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യും, അല്ലാതെ പ്രൊഡക്റ്റ് സെല് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തവർ. അവരൊക്കെ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത്ര പോലും ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവാം, ചിലർക്ക് തീരെ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവാം. അപ്പൊ നമുക്ക് കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമല്ലേ, അങ്ങനെ ചിന്തിക്കുക. അപ്പൊ അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് തന്നെ വേണ്ടത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. അധികം സാധനങ്ങളൊന്നും മേടിക്കേണ്ട. ബിസിനസ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യണ്ട. ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് മതി. കുറച്ച് യാണും അതിന് വേണ്ട കുറച്ച് ഹുക്സും അതേപോലെ തന്നെ നമ്മൾ നോർമലി വീട്ടിൽ കാണുന്ന കത്രിക അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തൽക്കാലം മതി. അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് പൈസ വെറുതെ പോക്കരുത്. അതുകൊണ്ട് ബേസിക് സപ്ലൈസ് മാത്രം വാങ്ങാൻ ശ്രമിക്കുക. അത് തന്നെ യാണൊക്കെ അത്യാവശ്യം ബേസിക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള യാണൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒന്നും വാങ്ങാതെ ബേസിക് അക്രിലിക് യാണ്, നോർമൽ കോട്ടൺ യാണൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരുപാട് സാധനങ്ങൾ വാരിക്കൂട്ടി കലവില ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത്, ഇപ്പൊ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും ഓക്കെ. ഇപ്പൊ ഞാൻ ബിസിനസ്സിനെക്കാട്ടും ഉപരി ഞാൻ ക്രോഷറ്റ് കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പൊ ഞാൻ പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ ചെയ്യുന്നുണ്ടാവും. ചില വീഡിയോയിൽ ബാഗ്സ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ചെറിയ സാധനങ്ങൾ വലിയ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഐറ്റംസിൽ കുറേ കളക്ഷൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അത് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിലേക്ക് കൂടുതൽ പോകും. അതിനനുസരിച്ച് നമുക്ക് സെയിൽസും കൂടുതൽ കിട്ടും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കിഡ്സിന്റെ സാധനങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ കിഡ്സിന്റെ ക്യാപ്പ്, ബൂട്ടീസ് അല്ലെങ്കിൽ കിഡ്സിന്റെ ഫ്രോക്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ സാധനം ഇപ്പോൾ കീ ചെയിൻസ് അതേപോലെ തന്നെ ഹെഡ് ക്ലിപ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തത് കുറേ ചെയ്യുക. നിങ്ങൾ ഇനി ഫ്ലവേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ക്ലോത്തിങ്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പം നിങ്ങളുടെ നിശ എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇന്ന സാധനം ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം. ഫോർ എക്സാമ്പിൾ എനിക്ക് ബാഗ്സ് ഉണ്ടാക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഇഷ്ടം അതാണെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇൻകം വരാൻ സാധ്യതയുള്ള എന്തൊക്കെയാണെന്ന് നോക്കുക, അത് ചെയ്യാം. അങ്ങനെ ഒരു നീശ നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കളക്ഷൻസ് ഉണ്ടാക്കുക. കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരേ കാറ്റഗറിയിൽ വരുന്നത് എന്തെങ്കിലും ഒരു കോമൺ ഫീച്ചറുള്ള ഒരു ഐറ്റംസിനെയാണ് നമ്മൾ കളക്ഷൻ എന്ന് പറയാം. അതായത് നമ്മൾ ഈ ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ നിങ്ങൾ കണ്ടു, ഞാൻ ബേസിക്കലി ഡിസൈനറാണ്. അപ്പോൾ നമ്മൾ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഓട്ടം കളക്ഷൻ ഉണ്ടാവും. അപ്പം എന്തെങ്കിലും ഒരു തീമിന് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ. ഇപ്പോൾ ഓട്ടം എന്ന് പറഞ്ഞാൽ ഫോളിന് വെച്ച് അല്ലെങ്കിൽ വിന്റർ കളക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിന്റർ സീസണിൽ ഇടാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും വിന്റർ കളക്ഷനിൽ വരുന്നത്. അതേപോലെ ക്രോഷറ്റിൽ ചെറിയ കളക്ഷൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ അമിഗുരുമീസ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, അമിഗുരുമി ഫാം അനിമൽ കളക്ഷൻ. അതായത് ഫാം അനിമൽസ് എന്ന് പറയുന്നത് എന്തൊക്കെ വരും, നമുക്ക് കൗ വരും, ഗോട്ട് വരും, അങ്ങനെ ഫോർ എക്സാമ്പിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇപ്പോൾ ബേർഡ്സിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ അല്ലെങ്കിൽ ഒരു അനിമൽ കളക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി ബാഗ് ആണെങ്കിൽ ടോട്ട് ബാഗ് കളക്ഷൻ, അതായത് ഒരു മാർക്കറ്റ് ബാഗ് കളക്ഷൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കളക്ഷൻ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുക. അത് ഷോക്കേസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കാണുന്നവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഇനി നമ്മൾ എങ്ങനെ സെയിൽ ചെയ്യും എന്നുള്ളതാണ്. സെയിൽ ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ബേസിക് ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം ആണ്. അതേപോലെ തന്നെ നമുക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. ബേസിക് ആയിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് എന്തായാലും നിങ്ങൾ തുടങ്ങുക. ഒരു ബ്രാൻഡ് നെയിം കാണുക, എന്നിട്ട് ആ പേരിൽ ഒരു പേജ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിങ്ങൾ ചെയ്ത് തന്നെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുക. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതാണ് അതിൽ ബ്രാൻഡിങ് നെയിം എന്നുള്ളത് അത്യാവശ്യമാണ്. ഇത് വലിയൊരു ബിസിനസ് ആവുന്നതിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ
നിങ്ങളുടെ പേരിൻ്റെ കൂടെ എന്താ പറയുക ഒരു മോളെ എന്നൊക്കെ കൂട്ടി അങ്ങനെയൊന്നും ഇടരുത്. നിങ്ങളൊരു സ്റ്റാൻഡേർഡുള്ള അത്യാവശ്യം മീൻസ് ഞാൻ ഇംഗ്ലീഷ് നെയിം തന്നെ വേണമെന്നൊന്നും പറയുന്നില്ല, മലയാള നെയിം ആണെങ്കിലും അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള എഴുതാൻ കുറച്ച് ഒരിതുള്ള ഒരു ബിസിനസ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലൊരു നെയിം ഇടുക. എന്നിട്ട് അത് നിങ്ങളുടെ പേര് തുടങ്ങാതെ ആ നെയിമിൽ തുടങ്ങുക. അതിൻ്റെ ഒരു ലോഗോ എന്തെങ്കിലും ചെയ്യുക, ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു വർക്ക് പ്രൊഫൈൽ പിക്കായിട്ട് വെക്കുക. എന്നിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. റീൽസ് ആണെങ്കിലും പോസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് വന്നിട്ടുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോസിൽ അത് ക്ലിയർ ചെയ്യാം. ഇനി ഞാനിപ്പോൾ പറഞ്ഞ ഓരോ കാര്യത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഈ സീരീസ് ആയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു.